ഒരു സ്ഥലത്ത് ഒരു കുരുത്തം കെട്ട ചെറുക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഈ പട്ടിനെ വെന്തിരിയും എന്നും മുട്ടുസൂചി വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ എല്ലാം സഹിച്ച് ഈ പട്ടി കിടക്കുമായിരുന്നു. പിന്നെ ഡെയിലി ഇതായിരുന്നു അവന്റെ പരിപാടി. ഇങ്ങനെ വന്ന് കുത്തും 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 ദ്രോഹിച്ച് അവസാനം അവൻ കല്ലൊക്കെ എടുത്ത് എറിയാൻ നോക്കി. കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് പല രീതിയിൽ ദ്രോഹിച്ച് നോക്കി. എന്നാലും ഇത് റിയാക്ട് ചെയ്യാതെ പാവം മിണ്ടാതിരുത്. ഒരു നാള് എന്തിരിയെന്നറിയാമോ, ഈ മുട്ടുസൂചി നല്ല രീതിയിൽ കുത്തിങ്ങ് ഇറക്കിയപ്പോൾ ഈ പട്ടിക്ക് സഹിക്കാൻ വയ്യാതെ ഈ പട്ടി എന്തിരിയെന്ന് റിയാക്ട് ചെയ്ത് കിടന്ന് കുരച്ച്. പക്ഷെ ഇത് കണ്ട് ഈ ചെറുക്കൻ നിന്ന് പേടിച്ച് ഭയങ്കരമായിട്ട് കരയുകയും ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ് ഈ പട്ടിക്ക് പേയാണ്, ഈ പട്ടി എന്നെ ഒരുപാട് ആക്രമിക്കാൻ നോക്കുന്നുണ്ടെന്ന്. ഇതെല്ലാം പറഞ്ഞ് ഈ ആൾക്കാരെന്തെന്നറിയാമോ, ഇത് കണ്ടിട്ട് ഈ പട്ടീനെ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലും. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ മനുഷ്യരുടെ ജീവിതത്തിലും ഓരോ ആൾക്കാർ വന്ന് നമ്മളെ ദ്രോഹിക്കുമല്ലേ, പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ കുത്തും. പല രീതിയിൽ കുത്തി കുത്തി സ്ഥിരം ആ പരിപാടിയായിരിക്കും അവര്. പക്ഷെ ഒരു നാൾ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യാൻ നോക്കിയാലോ, നമ്മളെ നാട്ടുകാർ മൊത്തം കാണുന്നത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതും മറ്റേ ആളിരുന്ന് കരയുന്നതായിരിക്കും അല്ലേ. അങ്ങനെ ആ ആള് ഈ നമ്മൾ എന്നും ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആള് നല്ല പിള്ളേ ആവുകയും നമ്മളെ ദ്രോഹിയാവുകയും ചെയ്യും. അതുകൊണ്ട് ആൾക്കാരെ മനസ്സിലാക്കി നമ്മൾ പെരുമാറാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മണ്ടന്മാരായി തീരും.